ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഏട്ടൻ്റെ വീട്ടിലും കൂടെ പോകണം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ദാ ഏട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട പാടെ അമ്മമാർ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോക്ഷയും ദക്ഷയും ഭയങ്കര ഹാപ്പിയാണ്, അവർ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് പത്മചിറ്റ വന്നിട്ടുണ്ട് അപ്പുറത്തുനിന്ന്. പത്മചിറ്റ എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ഇവർ സഹോദരങ്ങളെല്ലാം ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത്. അങ്ങനെ അച്ഛന് ഏകദേശം 3 സഹോദരങ്ങൾ അവിടെ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇളയ സഹോദരൻ്റെ ഭാര്യയാണ് ഈ പത്മചിറ്റ. അങ്ങനെ ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ തേവാരം. ഇവിടുത്തെ തേവാരമാണ് കേട്ടോ, ഏട്ടൻ്റെ മഠത്തിലെ തേവാരമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, പൂജാപാത്രങ്ങൾ, തേവാരം കഴിക്കുന്ന പൂജാപാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് കണക്കാക്കിയിട്ടാണ് ചക്ക എടുത്തത് കേട്ടോ. അപ്പോൾ ആ ചക്ക ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇതാ രാത്രിയൊക്കെ ആയി, ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റെയർ കേസിൻ്റെ പടിയുടെ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടനെടുത്ത വീഡിയോ ആണ്. മഴ വലുതായിട്ടില്ല, രാത്രിയായപ്പോൾ വലുതായിട്ടുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ പടിയുടെ മുകളിൽ കയറി ഇരിക്കുവാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് താമസം മാറിയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ അത്താഴം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഇവിടെ നിന്ന് അത്താഴം കഴിച്ചിട്ട് നേരെ പോവും. നിൽക്കാൻ പറ്റില്ല, അപ്പം പോയേ പറ്റുള്ളൂ. എന്തായാലും നാളെ ഏട്ടന് രാവിലെ പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് താമസിച്ചിട്ടായിരുന്നാലും പോവും കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ അത്താഴത്തിനൊക്കെ ഉള്ള പരിപാടികളൊക്കെ നോക്കുവാണേ. ആ ഓപ്പോസിറ്റ് താമസിക്കുന്നത് അച്ഛൻ്റെ ഒരു സഹോദരിയാണ് ഓപ്പോസിറ്റ് താമസിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു ചിറ്റ താമസിക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അങ്ങനെ ഇത് അടുക്കളയിൽ ഇരുന്ന് ഇവർ വർത്തമാനവും പറയുന്നുണ്ട്, അത്താഴത്തിനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. ദക്ഷക്കുട്ടി അതും ഇതുമൊക്കെ അവിടെ ഇരിക്കുന്ന തറയിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ അമ്മ എടുക്കുവാണ് കേട്ടോ, അവളെ എന്തെങ്കിലുമൊക്കെ എടുക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ് കേട്ടോ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. കോഫിയാണ് കേട്ടോ ഇട്ടത്. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും അച്ഛൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭാര്യ, അതായത് 2ാമത്തെ സഹോദരൻ്റെ ഭാര്യ മായച്ചിറ്റയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന കാര്യം അറിഞ്ഞിട്ട് മായച്ചിറ്റയും കൂടെ പുറത്തേക്ക് വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ അമ്മ ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആറ്റി തണുപ്പിച്ച് തരുവാണേ. അപ്പോൾ ഇങ്ങനെ മഴയുടെ കാര്യമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു വീണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷയുടെ പുറത്തൂടെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഇലക്ട്രിക് പോസ്റ്റ് വീണു, ഒരാൾക്ക് പരിക്കുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ചായയും കുടിക്കുന്നുണ്ട്, വർത്തമാനവും പറയുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു 7:30-8 മണി അടുപ്പിച്ച് ഇറങ്ങണം. അപ്പോൾ അച്ഛൻ വന്നിട്ട് എന്തായാലും പോവുള്ളൂ. ഇത് നമ്മുടെ വീട് ഇരിക്കുന്നതിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണ് കേട്ടോ. ഈ സ്ഥലത്ത് ഇതിൻ്റെ പുറകുവശത്ത് ഒരു വയലൊക്കെ ആയിരുന്നു പണ്ട്, താഴ്ച ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ദക്ഷമോളും മോക്ഷക്കുട്ടിയും തേവാരത്തിൻ്റെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവരതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കുവാണ്. കളിച്ചിട്ട് നമസ്കരിക്കാൻ, മുത്തശ്ശി ഇങ്ങനെ നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞത് നോക്കി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമസ്കരിക്കാൻ ഇങ്ങനെ പഠിക്കും പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുവാണേ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് കേട്ടോ. അവരിങ്ങനെ നേരമായ കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന പതിവുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ തൊഴിയിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ ഇങ്ങനെ തൊഴിയിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെരുപ്പ് ഊരിയിട്ടിട്ടേ തൊഴാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിടിപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുകയും നമസ്കരിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവളിങ്ങനെ
പ്രാർത്ഥിക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്താഴം ഉണ്ടാക്കുന്നുണ്ട് അമ്മ. 2 പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2ലും ദോശ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മക്കളും ഒക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുവാണ്, ഏട്ടനും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ അത്താഴം കഴിപ്പും കൂടെ കഴിഞ്ഞിട്ട് ഉടനെ നമ്മളങ്ങ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.